നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ശക്തി പ്രകടനത്തിന് ശംഖുമുഖം സാക്ഷിയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വൈകിട്ട് 4:10 രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. ഇതിനുശേഷം ഓപ്പറേഷൻ ഡെമോയുടെ ഭാഗമായ അഭ്യാസ പ്രകടനങ്ങൾക്ക് തുടക്കമാകും. പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്, എന്തൊക്കെയാണ് ഇപ്പോൾ ശംഖുമുഖത്തു നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? എല്ലാ നടപടികളും ഇപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിന് മുന്നേ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ ഇനി രാഷ്ട്രപതി എത്താനുള്ള കാത്തിരിപ്പ് മാത്രമാണ്. ഇതുവരെയുള്ള എല്ലാ അഭ്യാസ പ്രകടനങ്ങളെയും പരിശീലനങ്ങൾ പൂർത്തിയായി. നൃത്യങ്ങളുടെ പരിശീലനങ്ങളും അതെല്ലാം പൂർത്തിയായി. എങ്ങനെയൊക്കെ എന്തൊക്കെ പരിപാടികൾ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. നമ്മളിപ്പോൾ കാണുന്നത് ഈ സ്റ്റേജിലാണ്. ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുകയും ഇവിടെ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കുകയും ചെയ്യുക. അതിനുള്ള സ്റ്റേജ് അവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ദേശീയ പതാകയും അതിനൊപ്പം തന്നെ നേവൽ എൻസൈൻ, അടുത്ത കാലത്ത് പരിഷ്കരിച്ച നാവികസേനയുടെ ഔദ്യോഗിക പതാകയാണ് നേവൽ എൻസൈനും കാണാൻ കഴിയും. ഇതിന് ഈ പറയുന്ന പ്രസിഡന്റ് ഇരിക്കുന്ന പ്രധാന വേദിക്ക് രണ്ട് വശത്തുമായി 2 പവലിയനുകളുണ്ട്. ഈ പവലിയനുകളിലാണ് ക്ഷണിക്കപ്പെട്ട ആളുകളും പാസുകളുള്ള ആളുകളും നിന്ന് ഇവിടുത്തെ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണാൻ കഴിയുക. അതിന് നടുക്കായി നമ്മൾ കാണുന്നത് ഇന്ത്യൻ നേവിയുടെ ഈ ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ്റെ കൃത്യമായ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്ന ആ കൺട്രോൾ റൂമാണ്. ഈ കൺസോൾ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ വാർഷിപ്പുകളുടെയും എല്ലാ നാവികസേന അസറ്റുകളുടെയും ഇന്നത്തെ പ്രകടനം അതിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കുന്നത് ഇവിടെ വെച്ചാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്കിപ്പോൾ ഈ സ്പെഷ്യലി പ്രധാനപ്പെട്ട ഈ പാസ് വഴി ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ ആളുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനും അപ്പുറത്ത് ഈ ശംഖുമുഖം ബീച്ചിൽ 2 വശങ്ങളിലായി കെട്ടിത്തിരിച്ചിരിക്കുന്ന ഭാഗത്താണ് പാസ് ഇല്ലാതെ ആളുകൾക്കൊക്കെ നിന്ന് ഈ അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോഴും കടലിൽ നാവികസേനയുടെ ചെറു പെട്രോളിംഗ് ബോട്ടുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഈ ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമൊക്കെ കടലിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ശംഖുമുഖം എല്ലാം കൊണ്ടും ഈ ഘട്ടത്തിൽ പരിശീലന പ്രവർത്തനങ്ങളും ഇതുവരെയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി. ഇനി പ്രധാനപ്പെട്ട കാര്യം 3 മണിയോടെ തന്നെ ഇതിൻ്റെ ഒരു ചടങ്ങുകളൊക്കെ ആരംഭിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ചധികം ചില നാവികസേനയുമായി ബന്ധപ്പെട്ട ചില വീഡിയോ ദൃശ്യങ്ങളുടെ പ്രദർശനം, ചില ഇനാഗുലർ ഉദ്ഘാടന ഇതിൻ്റെ പരിപാടിയുടെ മുന്നോടിയായിട്ടുള്ള ചില ആമുഖ പ്രഭാഷണങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കും ഉണ്ടാകുക. 4:10 രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ വിമാനമിറങ്ങും. 4:20 ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും നാവികസേനയുടെ ഈ ഓപ്പറേഷൻ ഡെമോ 2025 അതിൻ്റെ പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ ആരംഭിക്കുക. അതിനുശേഷം നാവികസേനയുടെ ബീറ്റിംഗ് റിട്രീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പൈപ്പിംഗ് സെറമണി അടക്കമുള്ളവ ഉണ്ട്. അങ്ങനെ സൺസെറ്റ് സെറമണി അടക്കമുള്ളവയുണ്ട്. അതിൻ്റെ എല്ലാം നടപടിക്രമങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി രാഷ്ട്രപതി എത്താനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയാക്കുന്നത്.